5 മണിക്ക് പ്രോഗ്രാം തുടങ്ങും. ഒരു 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേദിയിൽ മണിക്കൂറുകൾക്ക് മുൻപെത്തി വേദിയിൽ ഒറ്റക്കിരുന്ന BJP സംസ്ഥാന അധ്യക്ഷന് സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ അഭിഷേകം. വിഷമിക്കേണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിന് 10 മണിയോടെ എത്തിയ രാജി ചന്ദ്രശേഖർ വേദിയിൽ ഏറെ സമയം തനിച്ചായിരുന്നു. സാർ അവിടെ വേറെ ഇരിക്കുമല്ലോ, അതാര്? ഈ സമയം സദസ്സിലിരുന്ന BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ സ്റ്റേജിലിരുന്ന് ഒറ്റയ്ക്ക് കൈയുയർത്തി രാജി ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ബാബുവിനെ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് അയച്ചു. 10,000 ഫ്രീ പാസ് വാങ്ങിച്ച് എന്റെ ഫാൻസുകാർക്ക് കൊടുക്കണമല്ലോ. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ നിർത്താതെ കൈയടിക്കാനും ആർപ്പ് വിളിക്കാനും ആള് വേണ്ടേ? ശ്രീ കുമ്മനം രാജശേഖരനെ കുറിച്ച് കൊച്ചി മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുമ്മനടി എന്നൊരു പരിഹാസം സോഷ്യൽ ഹാൻഡിലുകളിൽ ഉയർന്നിരുന്നു. അതിപ്പോൾ അവർ രാജീവനടി എന്നാക്കി മാറ്റിയിരിക്കുന്നു. അടുപ്പിൽ ഊതനവന്റെ ആസ്ത്രത്തിൽ തന്നെ ഊത്, ഒറ്റെണ്ണം നേരെയാവില്ല. എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. വെറുതെ അല്ല അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയണത്. പരിഹാസം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അതിന് മാത്രമേ സമയമുള്ളൂ. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വരേണ്ട വേദിയിൽ അദ്ദേഹത്തിന് കൊടുത്ത സമയത്ത് വന്നതാണോ തെറ്റ്? ഇനി അദ്ദേഹം ഒരു അരമണിക്കൂറോ 15 മിനിറ്റോ താമസിച്ചാണ് വന്നെന്നിരിക്കട്ടെ, എന്തായിരിക്കുമായിരുന്നു അവസ്ഥ? അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നതിന് പകരം ഈ ട്രോളുന്നവരും പരിഹസിക്കുന്നവരൊക്കെ ചെയ്തോ. കാരണം ഞങ്ങൾക്ക് വേറെ ഒരുപാട് ജോലി. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ ബുദ്ധിയുള്ളവർ ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല.